ഷൈനിങ് ഹോംസിലേക്ക് സ്വാഗതം. കാഞ്ഞിരപ്പള്ളി ജോസിന്റെയും എൽസമ്മയുടെയും വീടിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നീളത്തിലുള്ള ഒരു വരാന്തയായിട്ടാണ് സിറ്റ് ഔട്ട് ഒരുക്കിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിനോട് ചേർന്ന് തന്നെയാണ് പോർച്ചും കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോറ് വൈറ്റ് ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഗ്ലാസിന്റെ വർക്കുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഹാൻഡിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. വളരെ എലഗന്റ് ആയ ഒരു ലുക്കാണ് ഈ മെയിൻ ഡോർ ഈ വീടിന് കൊടുക്കുന്നത്. പ്രധാന എൻട്രി കടന്നെത്തുന്നത് ഡ്രോയിങ് റൂമിലോട്ടാണ്. ഈ വീടിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൊത്തം വൈറ്റ് കളർ തീമാണ്. അതിന് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് സീലിംഗ്, ഫ്ലോറിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതെല്ലാം വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറാണ് മെയിൻ ആയിട്ട് ഇതിൽ ഉദിച്ചു നിൽക്കുന്നത്. ഈ ഡ്രോയിങ് റൂമിനെ വൈറ്റിനോട് കൂടി ചേർത്തിരിക്കുന്നത് വയലറ്റ് കോമ്പിനേഷനാണ്. എൽ ഷേപ്പിലുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് അതിനനുസരിച്ച് ഒരുക്കിയിട്ടുണ്ട്. സെന്ററിലായി ഒരു ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചിട്ടുള്ള ഒരു ടീപ്പോയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡ്രോയിങ്ങും ഡൈനിങ്ങും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വുഡൻ കബോർഡാണ്. വുഡനും വൈറ്റ് ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രോയിങ് റൂമിൽ നിന്ന് ഡൈനിങ് റൂമിലോട്ടാണ് എൻട്രി ചെയ്യുന്നത്. ഡൈനിങ് റൂമിൽ നിന്ന് തന്നെയാണ് 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രി കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നും ഒരു ഡൈൻ ഔട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈൻ ഔട്ടിലേക്കുള്ള എൻട്രി ഫുള്ളും ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. സേഫ്റ്റിക്കായി ഗ്ലാസിന്റെ പുറത്ത് ഷട്ടർ കൊടുത്തിട്ടുണ്ട്. അത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഡൈനിങ് ഏരിയയുടെയും കളർ തീം വൈറ്റ് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോട് യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് ഡൈനിങ് ടേബിളും അതിൻ്റെ ചെയേഴ്സും ഒരുക്കിയിരിക്കുന്നത്.
സ്റ്റെയർ കേസ് കയറി പോകുന്നതും ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന രീതിയിൽ തന്നെ ഒരു പ്രയർ ഏരിയ ഇതിനോട് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. അതിൽ മനോഹരമായി ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു രൂപം മനോഹരമായി ചെയ്തിട്ടുണ്ട്. സ്വപ്നങ്ങൾ ഞങ്ങളത് മനോഹരമാക്കുന്നു. ഞങ്ങൾക്കറിയാം ഓരോ നാണയത്തിനും മൂല്യമുണ്ട്. പരിമിതമാണ് സമയം. വിജയിക്കാൻ ഒപ്പം വേണം ശക്തമായ ഒരു ടീം. ഒപ്പം ഒരമ്മയുടെ കരുതലും വഴികാട്ടലും. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്തെ ആദ്യത്തെ ISO 9001-2008 സർട്ടിഫിക്കറ്റ് ജേതാവ്. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്ത് 2.5 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യവുമായി ഷൈൻ ബിൽഡേഴ്സ് കൺസൾട്ടൻസി. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം വൈറ്റിനോട് ചേർന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലൂ കളറാണ്. കബോർഡുകൾക്ക് വൈറ്റ് ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പെയിന്റിങ്ങിലാണ് അതിനെ വേർതിരിച്ചിരിക്കുന്നത്. ബ്ലൂ മിക്സിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സീലിംഗ് വളരെ ലളിതമായ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിന് ഡ്രസ് ഏരിയയും അതിനോട് കണക്ട് ചെയ്ത് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം പിങ്ക് ആണ് ഈ റൂമിന്റെ കളർ തീമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തീർത്ത കബോർഡുകൾക്ക് പെയിന്റിങ് ഭംഗി കൂട്ടുന്നുണ്ട്. പിങ്ക് തീമിനോട് യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് കബോർഡുകൾക്ക് പെയിന്റിങ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ഡ്രസ് റൂം കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിൽ നിന്ന് തന്നെയാണ് ബാത്റൂം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. റൂമിന്റെ കളർ തീമിന് ഇണങ്ങുന്ന രീതിയിലുള്ള കളറുകൾ തന്നെയാണ് ബാത്റൂം ടൈൽസുകൾക്കും ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചണിലും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളർ തന്നെയാണ്. അതിന്റെ കോമ്പിനേഷനായി ഗ്രേ കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. വൈറ്റും ഗ്രേയും ഒരു മിക്സിങ്ങോട് കൂടിയ പെയിന്റിംഗ് ഫിനിഷിൽ തീർത്ത കബോർഡ്സാണ് കിച്ചണിൽ ഒരുക്കിയിരിക്കുന്നത്. കിച്ചൺ ടോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ്. ഫ്ലോറിന് വൈറ്റ് കളറിലുള്ള ടൈൽസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
കിച്ചണിൽ നിന്ന് ഒരു യൂട്ടിലിറ്റി കം സെർവന്റ് ബെഡ്റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ റൂമിന് പുറത്തുനിന്നും എൻട്രി ഉണ്ട്. കിച്ചണിൽ നിന്നും വർക്ക് ഏരിയയിലോട്ടാണ് നാം എൻട്രി ചെയ്യുന്നത്. ഈ വീട് കാഞ്ഞിരപ്പള്ളി എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ വീട് ഡിസൈൻ ചെയ്യാൻ ഇവിടെ നിന്ന് വിളിച്ചപ്പോൾ ആദ്യം തന്നെ അവരുടെ റിക്വയർമെന്റ് ചോദിച്ചറിയുകയുണ്ടായി. താഴെ 2 ബെഡ്റൂം, മേലെ 1 ബെഡ്റൂം, ഇത്രയാണ് അവരുടെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നത്. കൂടുതൽ ഡിസ്കഷനിൽ വന്നപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്തിരിക്കുന്ന വീടുകളുടെ പ്ലാനും 3D എലിവേഷനും എല്ലാം ക്ലയന്റ് വളരെ ഫെമിലിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ ഡിസ്കഷന് സാധിച്ചു. അതിൽ കൂടുതൽ സഹായകരമായത് എന്റെ തന്നെ ബുക്കുകളും എലിവേഷനും അവർ വാങ്ങിച്ച് നന്നായി പഠിച്ചിരുന്നു. കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആയിരുന്നു. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇതിനെ പറ്റി സ്റ്റഡീഡ് ആയിരുന്നു. ബഡ്ജറ്റിംഗ്, കളർ തീം അതെല്ലാം ആദ്യത്തെ ഡിസ്കഷനിൽ തന്നെ അവർക്ക് അവതരിപ്പിക്കാൻ പറ്റി. ഈ ചെയ്തിരിക്കുന്ന ഡിസൈനും അവരുടെ രീതിയിൽ 100% തന്നെ സാറ്റിസ്ഫൈഡ് ആക്കി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. നാം എത്തി നിൽക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് റൂമിലാണ്. ഇവിടെ TV കാണുന്നതിനുള്ള ഒരു സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ഇന്റീരിയറിന്റെ ഭാഗമായി ചുമരിൽ ഒരു ചെറിയ ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് TV യൂണിറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമാണ്. ഇതിലും വൈറ്റ് തന്നെയാണ് മെയിൻ കളറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിലെ കൊടുത്തിരിക്കുന്ന കോമ്പിനേഷൻ ഗ്രീൻ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലും കബോർഡുകൾ പെയിന്റിങ്ങിൽ തന്നെയാണ് മോടി കൂട്ടിയിരിക്കുന്നത്. ലളിതമായ രീതിയിൽ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. അതിൽ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിനും ഒരു ഡ്രസ് ഏരിയയും അതിനോട് കണക്ട് ചെയ്യുന്ന ഒരു ബാത്റൂമും ഉണ്ട്. ബെഡ്റൂമിനോട് കണക്ട് ചെയ്ത ഒരു ഡ്രസ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡ്രസ് ഏരിയയിൽ ഫുൾ മിറർ തന്നെയാണ് ഒരു സൈഡിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് കബോർഡ്സും കൊടുത്തിട്ടുണ്ട്. ഡ്രസ് ഏരിയയിൽ നിന്നാണ് ടോയ്ലറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. റൂമിന്റെ കളർ തീമിന് ചേരുന്ന കളറിൽ തന്നെയാണ് ബാത്റൂം ടൈൽസിലും ഉപയോഗിച്ചിരിക്കുന്നത്. ബാത്റൂം ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ലെവൽ ഡിഫറൻസ് ബാത്റൂമിലെ ഡ്രൈ ഏരിയയ്ക്കും വെറ്റ് ഏരിയയ്ക്കും തമ്മിൽ കൊടുത്തിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ചെയ്യുന്നതിനായി ഗ്രാനൈറ്റിന്റെ ഒരു സ്ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അതിനോട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത്. വീടിനെ കുറിച്ച്
പറയുമ്പോ വീട് പണിയണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വന്നപ്പോ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്? ഭംഗിയായിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാതും വെള്ള കളറിലുള്ളത് വേണമെന്നുള്ളത് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? വെള്ളം കാണുന്ന കളറിനോട് താല്പര്യം സാധിക്കാം. അതിനോട് താല്പര്യം വെള്ള കളറിനോട്. അതെപ്പോഴും നീറ്റ് ആയിട്ടിരിക്കും അല്ലേ? അങ്ങനെ ഒരു അമ്മ പിന്നെ എല്ലാം നല്ല വൃത്തിക്ക് സൂക്ഷിക്കുന്ന ആളാ. അപ്പൊ എനിക്കറിയായിരുന്നു വീട് വൈറ്റ് ആയിട്ട് പണിതാലും അമ്മ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുമെന്ന് എനിക്കറിയായിരുന്നു. ഈ ഡൈനൗട്ട് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ തോന്നുന്നു? ഫ്രണ്ട് റോഡ് സൈഡ് ആയതുകൊണ്ട് പുറയിലേക്ക് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക നമ്മൾ ഒരു ടൗണിന്റെ ഒരു ഏരിയ വിട്ടിട്ട് പിന്നെ ഇത് വർക്കുകളുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് ചെയ്തത്? ഇതിന്റെ ഡിസൈനിന്റെ ഷൈൻ സാറിന്റെ ഡിസൈനിലാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോയത്. നമ്മളിപ്പോ എത്ര ഭംഗിയുള്ള വീട് പണിത് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്താലും ഒരു വൈറ്റ് വീടിന്റെ ഒരു നീറ്റ്നെസ് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ വീടിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴേ ഒരു വൈറ്റ് വീടെന്ന് ആദ്യമേ സങ്കല്പം അതുണ്ടായിരുന്നു. ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് വീട്ടിലുള്ളവർക്ക് നല്ല വൃത്തിയായിട്ടിരിക്കാൻ എപ്പോഴും സാധിക്കും. നമ്മളും വൃത്തിയായിരിക്കും. അത് നമുക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ് ഇതിനകത്ത്. നമ്മൾ ഒത്തിരി ബുക്കുകൾ റെഫർ ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് ഷൈൻ സാറിന്റെ കുറെ വീടുകൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. വൈറ്റ് തീമിലുള്ള വീടിനോട് താല്പര്യമായപ്പോൾ ഈ വീട് തന്നെ അതിൽ നിന്ന് ഞങ്ങൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിൽ നമ്മൾ കണ്ട മോഡലിൽ നിന്ന് ഞങ്ങൾ ഒത്തിരി മാറ്റം വരുത്തി. പിന്നെ ഷൈൻ സാർ ഞങ്ങൾക്ക് മനസ്സിൽ കണ്ട ആ വീട് അതേപോലെ ഞങ്ങൾക്ക് ഇത് ഭൂമിയിലാക്കി തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡൈനൗട്ടിന്റെ ഏരിയ കണ്ടു. ഡൈനൗട്ടിനെ കുറിച്ച് ചിന്തിക്കാൻ കാരണം നമ്മുടെ വീട് ഇത്ര റോഡിന്റെ സൈഡാണല്ലോ. അപ്പൊ നമുക്കൊരു പ്രൈവസി വേണം. അപ്പൊ കുറച്ചേരം ഒന്ന് പുറത്തിറങ്ങിയിരിക്കാം. അപ്പൊ ഷൈൻ സാറാണ് പറഞ്ഞത് എന്നാൽ നമുക്ക് ഡൈനൗട്ടായിട്ട് നമുക്കത് ആക്കി മാറ്റാം. ഒരു സ്പേസ് കൂടുതലെടുത്ത് ഗ്ലാസ് ഇട്ടപ്പോൾ അത് നല്ല വ്യൂ, പുറകിൽ നല്ല തോട്ടമൊക്കെ ആയതുകൊണ്ട് ഒരു ഗ്രീനറി ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു ഭംഗിയായി. അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് ഫാമിലിക്കൊക്കെ ഒന്ന് പുറത്ത് പ്രൈവസി ആയിട്ട് എപ്പോഴും ഓപ്പൺ എയറിൽ ഇരിക്കുന്ന ഓപ്പൺ എയറിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഞങ്ങൾ രാത്രി കാലങ്ങളിലൊക്കെ അവിടെ ഇരുന്നാണ് കഴിക്കുകയും. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഗസ്റ്റ് വരുമ്പോഴൊക്കെ മിക്കവാറും അവിടെയാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും അവിടെ വളരെ ഇഷ്ടമാണ്. അപ്പൊ ഷൈൻ സാറ് ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിച്ച് വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. സാധാരണ കോമൺ ആയിട്ടൊരു ബിൽഡിംഗ് പണിയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് സോയിൽ ടെസ്റ്റ്. ഒരു വീട് പണിയുമ്പോൾ നമുക്ക് സോയിൽ ടെസ്റ്റിന്റെ ആവശ്യമുണ്ടോ? സോയിൽ ടെസ്റ്റ് കൊണ്ട് നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്? ശരിക്കും സോയിൽ ടെസ്റ്റ് ഒരു വീട് പണിയുമ്പോൾ ചെയ്യേണ്ടതുണ്ടോ? സോയിൽ ടെസ്റ്റ് അല്ലെങ്കിൽ സോയിൽ എക്സ്പ്ലോറേഷൻ എന്നെല്ലാം പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ അടിഭാഗം അത് നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോർഹോൾ സെറ്റ് ചെയ്ത് അത് നമ്മൾ ബിൽഡിങ്ങിന്റെ ഉയരം എത്രയാണോ ആ ഉയരത്തിനനുസരിച്ച് അനുപാതികമായിട്ട് ഡെപ്തിൽ എന്താണ് നമ്മളുടെ ഭൂമിക്ക് അകത്ത് എന്നുള്ള അറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റ്. അത് പ്രധാനമായും അതിനകത്ത് ലാബറട്ടറി ടെസ്റ്റ് ഉണ്ട്, ഓർഡിനറി ടെസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ലാബറട്ടറി ടെസ്റ്റിലുള്ള അനാലിസിസിനുള്ളതും നമ്മൾ ഡാറ്റകൾ യൂസ് ചെയ്യും. ഫിസിക്കലായിട്ട് അതായത് എൻ വാല്യൂ കണ്ടുപിടിക്കും. ഒരു എൻ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഭൂമിക്ക് എത്ര ഭാരവാഹക ശേഷി ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നത്. എൻ വാല്യൂ 15 ആണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. അത് സാധാരണ കേസിൽ മൾട്ടി സ്റ്റോറി ബിൽഡിംഗിൽ വരുമ്പോഴാണ് നമ്മൾ ആ കേസ് കൂടുതലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സാധാരണ ഒരു ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഉള്ള വീടിന് അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ഫിസിക്കലി തന്നെ നമുക്ക് കാണാൻ പറ്റും ഭൂമിക്ക് ഉറപ്പുണ്ടോ ഇല്ലേ എന്നുള്ളതെല്ലാം നമുക്ക് ഫിസിക്കലി തന്നെ കാണാൻ പറ്റും. അതിനേക്കാൾ താഴ്ചയിൽ അതായത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിനാണ് ആ വക ടെസ്റ്റുകൾ കൂടുതലായിട്ട് ആവശ്യം. ഉയരം കൂടിയ ബിൽഡിങ്ങുകളുടെ പ്രഷർ ബൾബ് അതായത് ഭൂമിയുടെ താഴത്തേക്ക് വരുന്ന പ്രഷർ ആ ഹൈറ്റിനനുസരിച്ച് ആ പ്രഷർ ബൾബ് വളരെ താഴത്താണ് വരുന്നത്. ആ വരുന്ന സ്ഥാനത്ത് ഇതിന് ആവശ്യമായ ഉറപ്പുണ്ടാവുക എന്നതാണ് ഈ സോയിൽ എക്സ്പ്ലോറേഷൻ ടെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് സോയിൽ എക്സ്പ്ലോറേഷൻ ടെസ്റ്റ് നടത്തിയാലാണ് ആ ഡെപ്തിൽ ഈ വരുന്ന ഭൂമിയുടെ എത്ര കൊണ്ട് മർദ്ദം, എത്ര കൊണ്ട് ഭാരവാഹക ശേഷി ഈ നമ്മുടെ ബിൽഡിങ്ങിന്റെ എടുക്കും, ആ ഭൂമിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നെല്ലാം അറിയുന്നതാണ് സോയിൽ എക്സ്പ്ലോറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അഥവാ ആ ഭൂമിക്ക് അതിനുള്ള ഭാരവാഹക ശേഷി ഇല്ലെങ്കിൽ
ആ ചെയ്യുന്നത് പൈല്, നമ്മൾ ഫ്രിക്ഷൻ പൈല്, അതുപോലെ അണ്ടർ റിമൂഡ് പൈല്, അങ്ങനെ പല മെത്തേഡും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോയിൽ എക്സ്പ്രഷൻ ടെസ്റ്റ് നമ്മൾ പ്രധാനമായിട്ടും നടത്തുന്നത്.